ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ. ബാറ്ററിന്ന് ഹെഡിങ് എഴുതിക്കും. ബാറ്ററിന്ന് ഹെഡിങ് എഴുതിക്കോളൂ. ബാറ്ററിയിൽ നമ്മൾ പറഞ്ഞത് കൊമേഴ്ഷ്യൽ സെല്ലുകളെ പറ്റിയാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ സെല്ലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൊമേഴ്ഷ്യൽ സെല്ലിനകത്ത് രണ്ട് ടൈപ്പ് സെല്ലുണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. ഈ പ്രൈമറി സെല്ലിൽ നമുക്ക് രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്, ഒന്ന് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. സെക്കൻഡറി സെല്ലിൽ നമുക്ക് രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്, ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും ഒന്ന് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇനി ഇതിലൊന്നും പെടാത്ത വേറെ സെപ്പറേറ്റ് ഒരു സെല്ലുണ്ട്, ഫ്യൂവൽ സെല്ലും കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നാല് ഇപ്പം മൊത്തം 2, 4, 5 സെല്ലുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ബാറ്ററി നമ്മൾ എന്താണെന്ന് എടുക്കാൻ പോവാണ്. ബാറ്ററി എന്താണെന്ന് പറയാൻ പോകുന്നത്. എ ബാറ്ററി contains one or more than one cell connected in series. അതായത് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ എന്താണ് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. എങ്കിൽ അതേപോലെ തന്നെ കുറേ സെല്ല് നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അത് ബാറ്ററി ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. ഇനി ശരിക്കും ബാറ്ററി എന്ന് പറയുന്നത് ദേ ആർ ബേസിക്കലി galvanic cells where chemical energy is converted to electrical energy. അതായത് ബാറ്ററി ഇന്നലെ ക്ലാസ്സിൽ കയറാത്തൊരു ഓൺലൈൻ ക്ലാസ്സിൽ കയറാത്തൊരു ഒരു മിനിമം ഒരു 6 പേജെങ്കിലും വിട്ടിട്ട് വേണം ഇത് എഴുതാൻ. കേട്ടോ പാർത്ഥിപ്പൊക്കെ? കേട്ടോ പാർത്ഥിപ്പേ? ഓക്കെ, ഒരു 5 പേജെങ്കിലും മിനിമം വിടണം. വലിയ ബുക്കാണെങ്കിൽ ഒരു 5 പേജ്, ചെറിയ ബുക്കാണെങ്കിൽ ഒരു 6-7 പേജ് വിടണം. ഓക്കെ, അപ്പം ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സെല്ല് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഗാൽവാനിക് സെല്ലാണ്. അവിടെ കെമിക്കൽ എനർജി എന്താകുന്നു? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ബാറ്ററിനെ നമ്മൾ ടെക്നിക്കലി സ്പീക്കിംഗ് നമുക്ക് സെല്ലെന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ബാറ്ററിന്ന് വേണമെങ്കിലും സെല്ലെന്ന് വേണമെങ്കിലും ഇവിടെ പറഞ്ഞാലും ഒരുപോലെയുള്ളൂ കേട്ടോ. ശരിക്കും ഇത് രണ്ട് കൺസെപ്റ്റ് ആണ്. എങ്കിലും നമ്മൾ ജനറലി ബാറ്ററി എന്ന് പറഞ്ഞാൽ സെല്ലായിട്ട് എടുക്കാം, സെല്ലെന്ന് പറഞ്ഞാൽ ബാറ്ററി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ടെക്സ്റ്റിനകത്ത് പ്രൈമറി ബാറ്ററി സെക്കൻഡറി ബാറ്ററി എന്നാണ് പറയുന്നത്, ചില ടെക്സ്റ്റിനകത്ത് പ്രൈമറി സെൽ സെക്കൻഡറി സെൽ എന്നാണ് പറയുന്നത്. രണ്ടും പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനിയും നമുക്ക് ഇങ്ങനെ എഴുതാം, ദേ ആർ ഓഫ് ടു ടൈപ്സ്. അവരാമേ ഒരു 5-6 ലൈൻ വിട്ടിട്ട് എഴുതേ കേട്ടോ. ദേ ആർ ഓഫ് ടു ടൈപ്സ്. Primary and secondary. They are of two types, primary and secondary. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് പ്രൈമറി സെൽ എന്ന് എഴുതുക. പ്രൈമറി അപ്പോൾ പ്രൈമറി സെല്ല് വേറെ പേര് അല്ല, പ്രൈമറി സെല്ലിന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് എഴുതിക്കോ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. എന്നിട്ട് എഴുതേണ്ടത് ഇൻ പ്രൈമറി സെൽ the reaction occurs only once. Only once, comma added, after use over a period of time, battery becomes dead. Battery becomes dead and cannot be reused again. reused again. അതായത് പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ ഒരു തവണ ഒക്കർ ചെയ്യത്തുള്ളൂ. അപ്പം
ഒരു ദിശയിലോട്ടേ കയറിയത്തുള്ളൂ, തിരിച്ച് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ഡെഡ് ആവും. കാരണം അവിടുത്തെ എന്താണ് ഇലക്ട്രോലൈറ്റും അതേപോലെ തന്നെ എല്ലാം ഇലക്ട്രോലൈറ്റിനകത്തെ അയോൺസും ഒക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും എന്താ അവിടെ റിയാക്ഷൻ അവിടെ നിൽക്കും. അതുകൊണ്ട് തന്നെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത. ഇനി പ്രൈമറി സെല്ല് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്ന് വീണ്ടും എ എന്നിടാം. എ എന്നിട്ടിട്ട് ഡ്രൈ സെൽ എന്നിടാം. ഡ്രൈ സെൽ എന്നിടാം. ഡ്രൈ സെൽ ബ്രാക്കറ്റിൽ ലെക്ലാഞ്ചെ സെൽ എന്നിടാം. ലെക്ലാഞ്ചെ സെൽ. ലെക്ലാഞ്ചെ സെൽ. ഈ ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ക്ലോക്കിൽ ഇടുന്ന ബാറ്ററി ഇല്ലേ, അതാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. സിംപ്ലി ക്ലോക്കിലും ടോർച്ചിലും ഒക്കെ ഇടുന്ന ബാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അത് നമുക്കത് അങ്ങനെ തന്നെ എഴുതാം. ദേ ആർ യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റർ, ക്ലോക്ക് എക്സെട്ര. ഇനി ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു, ഈ ഡ്രൈ സെല്ലിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള നിക്കൽ കാഡ്മിയം ബാറ്ററിയുടെയും ലിഥിയം അതിൻ്റെ അതായത് നമുക്ക് 4 ടൈപ്പ് സെല്ലിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഈ 4 ടൈപ്പ് സെല്ലിൻ്റെയും റിയാക്ഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു സെല്ലിൻ്റെ റിയാക്ഷൻ മിനിമം ഒരു 3 പേജെങ്കിലും ഉണ്ടാവും. അത് നമുക്കൊരു ഡിഗ്രി ലെവലിലൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിലവിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു ഫൈനൽ ഇക്വേഷൻസ് ഒക്കെ മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് തമ്പുരാന് പോലും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചില ട്രിക്സ് വെച്ച് മാത്രമേ ആ റിയാക്ഷൻസ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചിട്ട് ഇപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും, നിങ്ങൾ അടുത്ത ചാപ്റ്റർ പഠിക്കാൻ മുമ്പ് ഇതെല്ലാം എവിടെയെങ്കിലും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രിക്ക് വെച്ച് ഞാൻ പറയുന്ന രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറേ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എല്ലാ സെല്ല് പഠിക്കാനും ഞാനൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏത് സെല്ല് പഠിച്ചാലും നമുക്കൊരു സ്റ്റഡിങ് പാറ്റേൺ ഉണ്ട്. ആ സ്റ്റഡിങ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ആനോഡ് ഏതാണെന്ന് ആദ്യം എഴുതുക, പിന്നെ കാഥോഡ് ഏതാണെന്ന് എഴുതുക, പിന്നെ അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് എഴുതുക, പിന്നെ ആനോഡ് റിയാക്ഷൻ എന്താണെന്ന് എഴുതുക, കാഥോഡ് റിയാക്ഷൻ എന്താണെന്ന് എഴുതുക, പിന്നെ അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്താണെന്ന് എഴുതുക. ഇപ്പോൾ ഡ്രൈ സെല്ല് നമ്മൾ പഠിച്ചു. ഡ്രൈ സെല്ലിൻ്റെ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, ആനോഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു, കാഥോഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു, ഓവറോൾ റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഏതെങ്കിലും ഇപ്പം നിക്കൽ കാഡ്മിയം ബാറ്ററി എടുക്കുന്നു. അതിൻ്റെ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, ആനോഡ് റിയാക്ഷൻ എന്താണ്, കാഥോഡ് റിയാക്ഷൻ എന്താണ്. അതേപോലെ തന്നെ ഇത് H2O2 ഫ്യൂൽ സെൽ പഠിക്കാനുണ്ട്. അതെന്താ, അതിനകത്ത് ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, ആനോഡ് റിയാക്ഷൻ എന്താണ്, കാഥോഡ് റിയാക്ഷൻ എന്താണ്, ഓവറോൾ റിയാക്ഷൻ എന്താണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്തിരിക്കുന്നത് ഈ 5ഉം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും പഠിക്കാനും ഒക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാം ഒരേ രീതിയിൽ നമ്മൾ എന്തിരിക്കുന്നത് നോട്ട്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പം ഇതിൻ്റെ ആനോഡ് എന്താണെന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ ആനോഡ് എന്താണെന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടോ എന്തെങ്കിലും എഴുതിക്കോ. സിങ്ക് കണ്ടെയ്നർ ആയിരിക്കും ഇതിൻ്റെ ആനോഡ്. സിങ്ക് കണ്ടെയ്നർ ആയിരിക്കും ഇതിൻ്റെ ആനോഡ്. കാഥോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് റോഡായിരിക്കും. ഈ ഗ്രാഫൈറ്റ് റോഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡാണ് കേട്ടോ. ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മൾ ഇലക്ട്രോലിസിസ് പഠിച്ച സമയത്ത് 2 കോപ്പർ, ഇമ്പ്യൂർ കോപ്പറും പ്യൂർ കോപ്പറും മുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോലിസിസ് നടത്തിയത്. അവിടെ ആ കോപ്പറും ആ റിയാക്ഷനകത്ത് പങ്കെടുത്തിരുന്നു. പക്ഷേ ഗ്രാഫൈറ്റിനെ സംബന്ധിച്ച് ഗ്രാഫൈറ്റ് നമ്മൾ മുക്കി വെക്കുമ്പോൾ ഈ ഗ്രാഫൈറ്റ് ഒരു ഇനേർട്ട് ഇലക്ട്രോഡാണ്. They will provide their surface for reaction but does not participate in chemical reaction by itself. അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടത്തുന്നത് അതിൻ്റെ സർഫസ് എന്ത് ചെയ്യും, അത് കൊടുക്കും. മറ്റ് റിയാക്ഷൻ വന്ന് അതിൻ്റെ സർഫസിൽ നടക്കാൻ വേണ്ടി സ്ഥലം വിട്ടു കൊടുക്കും. പക്ഷെ അത് റിയാക്ഷനകത്ത് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത. ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ ഇലക്ട്രോഡ് എന്നായിരിക്കും പറയുക. അത് ഇനേർട്ടായിരിക്കും. ഓർക്കുക, നമ്മൾ ഷീ എന്ന് പറയുന്ന സംഭവം പഠിച്ചപ്പം ഓർമ്മിപ്പിച്ചാൽ അത് ഇനേർട്ട് ഇലക്ട്രോഡിനെ പറ്റി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതിനകത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് പൗഡേർഡ്
MnO2, carbon and paste of NH4Cl and ZnCl2. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിക്സറാണ്. എന്തിൻ്റെ മിക്സറാണ്? MnO2 എന്ന് പറയുമ്പോൾ ഓക്സൈഡ് ആണ്, മാംഗനീസ് ഓക്സൈഡ്. മാംഗനീസ് ഓക്സൈഡ് എല്ലാ ഓക്സൈഡുകളും പൗഡർ ഫോമിലായിരിക്കും. അപ്പോൾ മാംഗനീസ് ഓക്സൈഡിൻ്റെ പൗഡർ, കാർബണിൻ്റെ പൗഡർ, പിന്നെ NH4Cl-ഉം ZnCl2 കൂടെ, അത് രണ്ടും സോൾട്ടാണ്, അതിൻ്റെ പൗഡർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നത്. നമ്മുടെ ക്ലോക്കിനകത്ത് ഇരുന്ന ബാറ്ററി നടുക്കുന്നൊരു വെട്ടി കഴിഞ്ഞാൽ ഈ ആൾക്കാരെ എല്ലാം കാണാൻ പറ്റും. മനസ്സിലായി? കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ നമുക്കറിയാം നമ്മുടെ ബാറ്ററിയൊക്കെ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പിച്ചിരിക്കും. ആ തുരുമ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ് പുറത്തേ ആടുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് പുറത്തേ ആടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലിക്വിഡാണ്, ഇതല്ലേ മിക്സ്ചർ ഓഫ്, അത് പേസ്റ്റ് ആണ്. അപ്പം നമ്മൾ അതിനകത്ത് എന്തായാലും അതുപോലെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് വാട്ടർ ബൈ പ്രോഡക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുമൂലം വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അത് എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ റസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് തുരുമ്പിച്ചിരിക്കുന്നത് ബാറ്ററിയുടെ. ചിലപ്പോൾ നമ്മൾ ഡ്രൈ സെൽ യൂസ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും? കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഡെഡ് ആവും. അതിൻ്റെ കാരണവും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ തന്നെ പഠിക്കുക. എന്താ? ആനോഡ് എന്ന് പറയുമ്പോൾ സിങ്ക് ആയിട്ടായിരിക്കും ആനോഡ്. സിങ്ക് കണ്ടെയ്നർ. ഞാൻ ജസ്റ്റ് ആ ബാറ്ററി ഒന്ന് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. നമ്മൾ സാധാരണ നമ്മുടെ ഇത് യൂസ് ചെയ്യുന്ന ബാറ്ററി തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്, അല്ലയോ? അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇതിനെ നിങ്ങൾ നടുക്കുന്നത് ഇങ്ങനെ മുറിച്ചെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഇതിനെ നമ്മൾ മുറിച്ചെടുത്തെന്ന് വിചാരിച്ചോ. ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം വേണ്ട ഇങ്ങനെ ആയിരിക്കും ഇരിക്കും. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം വേണ്ട ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് ആയിരിക്കുന്നത് അറിയാം, ഇവിടെയാണ് നമ്മുടെ റോഡ്, മറ്റേ ഗ്രാഫൈറ്റ് റോഡ് ഇരിക്കുന്നത്. ഗ്രാഫൈറ്റ് റോഡ് ഇങ്ങനെയാണ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇതാണ് സിങ്ക് കണ്ടെയ്നർ. ഈ സർഫസ്, ഇതിൻ്റെ ഉൾഭാഗമാണ് സിങ്ക് കണ്ടെയ്നർ. ഈ മുറിച്ചിരിക്കുന്ന സിങ്ക് കണ്ടെയ്നറിൻ്റെയും ഈ ഗ്രാഫൈറ്റിൻ്റെയും ഇടയ്ക്കുള്ളതിൻ്റെ ഈ സ്പേസ് ഉണ്ടല്ലോ ഈ വട്ടത്തിൽ, ഇതിനകത്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എല്ലാം എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തന്നേ ഉള്ളൂ, നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരട്ടെന്ന് വിചാരിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. യൂട്യൂബിലുണ്ട്, ഡ്രൈ സെൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഇമേജ്, അതിനെ മുറിച്ച് ഇമേജൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളൊന്ന് സമയം പോലെ നോക്കിയാൽ മതി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും. ഓക്കെ, നമുക്കിനി അറിയാം ആനോഡ് റിയാക്ഷൻ ആണ് അടുത്ത് എഴുതേണ്ടത്. നമ്മുടെ സ്റ്റഡിങ് പാറ്റേൺ വെച്ചിട്ട് അടുത്തത് ആനോഡ് റിയാക്ഷൻ ആണ്. ആനോഡ് റിയാക്ഷൻ എന്താണ്? ആനോഡ് റിയാക്ഷൻ, ആനോഡിൽ എന്താണ് നടക്കുന്നത്? ആനോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. ആനോഡിൽ എന്താ? സിങ്ക് ആണ് ഇരിക്കുന്നത്. സിങ്ക് യൂഷ്വലി ഓക്സിഡേഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സിങ്ക് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് സിങ്ക് അയോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സിങ്ക് ഗീവ്സ് സിങ്ക് 2 പ്ലസ് എന്താണെന്ന് എഴുതാം? 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. അതായത് സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്ക് 2+ അയോൺ ഉണ്ടാവും. -2 ഇട്ട് ഒരിക്കലും നമുക്ക് ഹാഫ് റിയാക്ഷൻസ് എഴുതാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ആ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് +2 ഇലക്ട്രോൺസ് ആക്കി എഴുതുന്ന ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആനോഡിൽ സിങ്കിന്റെ റിയാക്ഷൻ സംഭവിച്ചിട്ട് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു, എന്നിട്ട് സിങ്ക് അയോണായി. ഓക്കെ, ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, കാഥോഡ് റിയാക്ഷൻ. കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്? കാഥോഡിൽ നടക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഇലക്ട്രോലൈറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഓർക്കുക. ഇലക്ട്രോലൈറ്റിനകത്ത് ഒരു MnO2 ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ NH4Cl ഉണ്ട്. അതിൻ്റെ അയോൺ ഏതാ? പോസിറ്റീവ് അയോൺ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതിൻ്റെ പോസിറ്റീവ് അയോൺ NH4+ ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ ഇവർ രണ്ടുപേരും കൂടെ മോളിൽ നിന്ന് വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോണെ അങ്ങോട്ട് വാങ്ങും. ഓക്കെ, എന്നിട്ട് എന്താവുമെന്ന് അറിയാമോ? മഗ്നീഷ്യത്തിൻ്റെ വേറെ ഓക്സൈഡ് ആയിട്ട് മാറും, Mn2O3 ആയിട്ട് മാറും. പ്ലസ് ഈ അമോണിയം അയോൺ എന്നുള്ളത് അമോണിയ ആയിട്ട് മാറും, NH3 ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാട്ടർ മോളിക്യൂളൂടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓർക്കുക, 222 ഓർത്താൽ മതി. നോക്കിയോ, 222 കണ്ടോ, ഇങ്ങനെ ഓർത്താൽ മതി. 222 ബാലൻസ് ചെയ്യാൻ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ ഓൾറെഡി ഇവിടെ നൈട്രജൻ 2 വന്നുകൊണ്ട് ഇവിടെയും നൈട്രജൻ 2 വരും. ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി ബാലൻസ് ആണ്. അപ്പം 2 2 2 2 മാത്രം ഓർത്താൽ മതി ശരിക്കും ഇതിൻ്റെ ബാലൻസിങ്ങിന്. ഓക്കെ ആണല്ലോ. ഇനിയും വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണല്ലോ. റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് മാത്രം, അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് മാത്രം സങ്കല്പിക്കാതെ, ഇവിടെ ഓൾറെഡി ഗെയിൻ നടന്നു നമുക്ക് മനസ്സിലായി. വേറൊരു രീതിയിലും കൂടെ നമ്മൾ പഠിച്ചോണം. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസിനെ ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഡിക്രീസിനെ റിഡക്ഷൻ എന്നുമാണ് പഠിച്ചത്. ഇവിടെ ഈ മഗ്നീഷ്യം, ഈ MnO2-നകത്ത് മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്.
എന്നാൽ Mn2O3 അത് മാഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞപ്പോൾ അവിടെ റിഡക്ഷൻ നടന്നു. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഹിയർ MnO2 got reduced to Mn2O3 as their oxidation state changes from +4 to +3 oxidation state. +4 to +3 oxidation state. അതൊന്ന് അതിൻ്റെ താഴോട്ട് എഴുതി വെച്ചേക്കാം. ഇനി ഒരു പ്രത്യേകതയും രണ്ട് പ്രത്യേകതയുണ്ട്. ആ രണ്ട് പ്രത്യേകതയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതുകൂടെ ഞാൻ ഇതിന് താഴെ തരികയാണ്. ഒരു ഡോട്ട് എഴുതുക. ഡ്രൈ സെൽ has an output voltage of 1.5 volt. But ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ റിമോട്ടിലിരുന്ന് വളരെ ചെറിയ ട്രിപ്പിൾ എടുത്ത് നോക്കല്ലേ, ഡബിൾ എടുക്കണം. ഡബിൾ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ 1.5 വോൾട്ട് ആയിരിക്കും. അത് ശരിക്കും അതിനെപ്പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്? ഇപ്പം ആ ബാറ്ററിയെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്? ഓക്കെ, 1.5 വോൾട്ട് ആണ്. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. it varies every time due to variation in concentration of electrolyte. ഇവിടെ കാഥോഡ് റിയാക്ഷനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെള്ളം ഉണ്ടായി, വാട്ടർ H2O ഉണ്ടായി. ഈ H2O കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റ് കൂടുതൽ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ നമുക്കറിയാലോ, നമുക്ക് അയോൺസിൻ്റെ എണ്ണം കുറയുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയും. നമുക്കറിയാം ഇലക്ട്രോലൈറ്റിന് കണ്ടക്റ്റിംഗ് കേപ്പബിലിറ്റി വരുന്നത് അയോൺസ് കൂടുതലുള്ളതുകൊണ്ടാണ്, ഇല്ലേ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ കൂടുതൽ അയോൺസ് ഉള്ള ഒരു യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ അയോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിന് കൂടുതൽ കണ്ടക്റ്റിംഗ് പവർ ഉണ്ടെന്ന് അർത്ഥം. വെള്ളം ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റ് കൂടുതൽ ഡൈല്യൂട്ട് ആവുകയും അവിടെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയുകയും അവരുടെ കണ്ടക്റ്റിംഗ് കേപ്പബിലിറ്റി കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് 1.5 വോൾട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന് ചെറിയ വേരിയേഷൻ സംഭവിച്ചിട്ട് 1.3ഉം 1.4ഉം 1.45ഉം അങ്ങനെയൊക്കെയുള്ള വേരിയേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് റീസൺ. ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ മോളിൽ തന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഓരോ മാർക്കിന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് തന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രൈ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട്. അതും കൂടെ തരാം, നോക്കിക്കോളൂ. അതും ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഡ്രൈ സെൽ ബിക്കം ഡെഡ്. ഡ്രൈ സെൽ become dead even though they are not used for a while. കുറച്ചാൾ യൂസ് ചെയ്തില്ലെങ്കിലും അത് ഡെഡ് ആവും. അതിൻ്റെ കാരണം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. കാരണമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് NH4Cl in the electrolyte NH4Cl in the electrolyte react with zinc container and becomes and forms container and forms ZnCl2. Also ZnCl2 റേഡിയം മതി, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതായത് നമുക്കറിയാലോ, നമ്മൾ ഇലക്ട്രോലൈറ്റ് അവിടെ ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും ഈ
ഇലക്ട്രോലൈറ്റിലുള്ള NH4Cl സിങ്ക് കണ്ടെയ്നറിലുള്ള സിങ്കുമായിട്ട് പോയി ചേർന്നിട്ട് സിങ്ക് ക്ലോറൈഡ് ആയിട്ട് മാറും. അപ്പോൾ ഓൾറെഡി അവിടെ സിങ്ക് NH4Cl തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് റിയാക്ഷൻ നടത്താനായിട്ട് ഇലക്ട്രോലൈറ്റ് അവിടെ ഇല്ല, അത് ഓൾറെഡി തീർന്നു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും എന്താവും, അത് ഡെഡ് ആവും എന്നുള്ള കാര്യം ഓർക്കുക. ഇത് റിയാക്ട് ചെയ്തിട്ട് NH4Cl ZNുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ZnCl2ഉം NH3ഉം ഉണ്ടാവും എഴുതി വെച്ചു, അല്ലെങ്കിൽ NH4+ ഉണ്ടാവും എഴുതി വെച്ചു. NH4+ ഉണ്ടാവും. സോ ബാക്കി ഒരു കാര്യം കൂടി ഇരിക്കും. സോ NH4Cl ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. ഇത്ര എഴുതണേ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡ്രൈ സെല്ലല്ല നമ്മൾ കഴിഞ്ഞ്, ഇനി നമ്മൾ മെർക്കുറി സെല്ലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അടുത്തത് ഹെഡിങ് എഴുതാം, മെർക്കുറി സെൽ. രണ്ടാം എഴുതിയിട്ട് മെർക്കുറി സെൽ എന്ന് എഴുതാം. മെർക്കുറി സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബട്ടൺ ബാറ്ററീസ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ വാച്ചിനകത്തൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം മെർക്കുറി സെല്ലിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെ എഴുതാം. ദേ ആർ യൂസ്ഡ് ഇൻ നമ്മുടെ ഈ ഹിയറിംഗ് എയ്ഡ് ഒക്കെ ഉണ്ടല്ലോ, ഈ ചെവി കേൾക്കാത്ത ആൾക്കാർക്കൊക്കെ ഹിയറിംഗ് എയ്ഡ് വെക്കുമല്ലോ, അതിനകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി അല്ല ഈ മെർക്കുറി സെല്ലാണ്. ദേ ആർ യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് വാച്ചസ്. ഇവിടെ നമ്മൾ മറ്റേ പാറ്റേൺ തന്നെ ആനോഡ് എന്താണെന്ന് എഴുതുക. ആനോഡ് എന്താണ്? ആനോഡ് Zn സിങ്ക് മെർക്കുറി കപ്പിൾ എന്നാണ് പറയുന്നത്. സിങ്കും മെർക്കുറിയും ഒരുമിച്ചിരിക്കുന്നതിനാണ് കപ്പിൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കമിതാക്കൾ അവർ കപ്പിൾ എന്നല്ലേ പറയുന്നത്. അതേപോലെ തന്നെ ZnHg അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നതിന് അമാൽഗം എന്നാണ് പറയുന്നത്. അപ്പം എഴുതാം സിങ്ക് മെർക്കുറി അമാൽഗം എന്ന് എഴുതാം. അമാൽഗം ഉദ്ദേശിക്കുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ZnHg മിക്സ്ചർ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ആനോഡ്. ക്യാഥോഡായിട്ട് എടുക്കുന്നത് പേസ്റ്റ് ഓഫ് HgO മെർക്കുറി ഓക്സൈഡ് ആണ് ആൻഡ് കാർബൺ ആണ്. കാർബണിൻ്റെയും മെർക്കുറിക് ഓക്സൈഡിൻ്റെയും പേസ്റ്റ് ആണ് ക്യാഥോഡായിട്ട് എടുക്കുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് പേസ്റ്റ് ഓഫ് KOH ആൻഡ് ZNO ആണ്. ZNO. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണം. അവിടെ ഇത് നമുക്ക് വേറെ വഴിയില്ല. ഈ ആനോഡ് ക്യാഥോഡ് ഇലക്ട്രോലൈറ്റ് അറിയാതെ ആനോഡ് റിയാക്ഷൻ ക്യാഥോഡ് റിയാക്ഷൻ നമുക്ക് ട്രിക്ക് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എന്തായാലും ബൈഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ആകെ 5 ബാറ്ററി ഉള്ളൂ. അത് 5 ബാറ്ററിയുടെ ആനോഡും ക്യാഥോഡും ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഇനി നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ആനോഡ് റിയാക്ഷനാണ്. ആനോഡ് റിയാക്ഷൻ. അപ്പം നേരത്തെ ആനോഡ് റിയാക്ഷൻ സിങ്ക് 2 ഇലക്ട്രോണിനെ യൂസ് ചെയ്തിട്ട് സിങ്ക് അയോൺ ആയി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്നാൽ ഇവിടെ ആനോഡ് റിയാക്ഷൻ്റെ സിങ്ക് മെർക്കുറി കപ്പിൾ ആയതുകൊണ്ട് Zn ബ്രാക്കറ്റിൽ HG എന്ന് എഴുതിയാലും മതി. ZnHg എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള KOH-മായിട്ട്, അതിൻ്റെ അയോണിക്ക് എഴുതുന്നുള്ളൂ, KOH-ൻ്റെ OH- റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുമെന്ന് അറിയാമോ? ZnOയും വാട്ടറും 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയും ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ Zn ഉണ്ടല്ലോ, ശരിക്കും ഈ ഇവിടെ സംഭവിക്കുന്നത് Zn 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Zn2+ ആവുകയാണ്. ആ Zn2+ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് ശരിക്കും ZnO ഉണ്ടാകുന്നത്. പിന്നെ ഈ Hഉം അതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരും ചേർന്ന് വാട്ടർ ഉണ്ടാവും. ഈ ലൂസ് ചെയ്ത ഇലക്ട്രോണിനെയാണ് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് +2 ആക്കി എഴുതിയിരിക്കുന്നത്. ശരിക്കും നടക്കുന്ന റിയാക്ഷൻ്റെ ഇതാണ്. ഓക്കെ, ഇനി കാഥോഡ് റിയാക്ഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. കാഥോഡ് ഇവിടെ എന്താണ്? കാഥോഡ് ഇവിടെ HgO ആണ്. ആ HgOനെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക.
എച്ച് ജി ഒനെ അതേപോലെ തന്നെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക, എച്ച് ജി ഒ. എന്നിട്ടുണ്ടല്ലോ ഇവിടെ ആനോഡ് റിയാക്ഷൻ്റെ റിയാക്റ്റൻറ്റിൽ വന്ന ആൾക്കാർ അതേപോലെ തന്നെ എടുത്ത് തന്നെ ഇങ്ങോട്ടേക്ക് എഴുതുക, അതേപോലെ തന്നെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. ആരാ? H2Oയും 2 ഇലക്ട്രോണും ഗീവ്സ് എന്താണെന്നറിയാമോ? Hg പ്ലസ് 2OH മൈനസ്. ഇവിടെ ഓർത്ത് വെക്കാൻ ബാലൻസ് ചെയ്യാനൊരു ട്രിക്കുണ്ട്. ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ ഞാനത് പറഞ്ഞുതരാം. ബാലൻസ് ചെയ്യാനൊരു ട്രിക്ക് ഞാൻ പറയാം. ബാലൻസ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സിങ്ക് മെർക്കുറി കപ്പിള് നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള KOHൻ്റെ OH മൈനസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡും വാട്ടറും 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ടെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട് OH മൈനസ് അതിന് 2 കൊടുക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്. അപ്പം ഹൈഡ്രജൻ ഉള്ള ഈ OH മൈനസിന് എന്ത് കൊടുക്കണം? 2 കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ബാലൻസിങ് കംപ്ലീറ്റ് ആവും. ഇനി ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ പണ്ട് യൂസ് ചെയ്ത ടെക്നിക്കാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി റൈറ്റ് സൈഡിൽ എഴുതുക, കോമൺ ആയിട്ടുള്ള എല്ലാം എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. ഓക്കെ ആണല്ലോ? അപ്പം രണ്ട് ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇവിടെ ZnHg പ്ലസ് 2OH മൈനസ് പ്ലസ് HgO പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ ഇവിടെ എഴുതി. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഗീവ്സ് ഇട്ടിട്ട് ഇവിടെ ZnO പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് Hg പ്ലസ് 2OH മൈനസ്. ഇനി ഒരേപോലുള്ള ആൾക്കാരെല്ലാം വെട്ടിക്കളയാം. എന്താ? ഇവിടെ 2 OH മൈനസ് ഉണ്ട്, ഇവിടെയും 2 OH മൈനസ് ഉണ്ട്, വെട്ടി. ഇവിടെ ഒരു H2O ഉണ്ട്, ഇവിടെ ഒരു H2O ഉണ്ട്, വെട്ടി. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, വെട്ടി. ഇനി ബാക്കി ആരെങ്കിലും വെട്ടാനില്ല. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓവറോൾ റിയാക്ഷൻ എന്ന് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണെന്ന് അറിയാമോ? ZnHg പ്ലസ് HgO ഗീവ്സ് ZnO പ്ലസ് Hg എന്ന് എഴുതാം. ഇതായിരിക്കും ഇവിടുത്തെ ഓവറോൾ റിയാക്ഷൻ. ഞാൻ ചെറുതാക്കാം, ഡൗട്ടുള്ളവർ എഴുതാം. ഞാൻ ചെറുതാക്കി എടുക്കാം, നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് എഴുതാം. ഓരോരുത്തരോടും ചോദിക്കാം. അഭിരാം ഓക്കെ ആണോ? അഭിരാം ഈ 2 റിയാക്ഷൻസ് പഠിപ്പിച്ചത് ഓക്കെ ആണോ അഭിരാം? ഓക്കെ. അനീറ്റ ഓക്കെ ആണോ? അനീറ്റ ഓക്കെ. ശ്വേത, നന്ദിത ഓക്കെ. പാർത്ഥിപ് ഒക്കെ ഓക്കെ ആണോ? പാർത്ഥിപ് അതേപോലെ തന്നെ കൃഷ്ണേന്ദു ഓക്കെ. കൃഷ്ണേന്ദു, ഷാരോണ് ഓക്കെ ആണോ? ക്രിസ്റ്റ, ഷേബ, അശ്വിൻ, അലോണ, ആദിത്യ ഓക്കെ ആണോ? ആദിത്യ ഓക്കെ ആണോ? ആദിത്യ ഓക്കെ. അലോണ എന്ന് പറഞ്ഞേ. അലോണ, അനന്യ ഓക്കെ. ഓക്കെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യം കൂടെ എഴുതാനുണ്ട്, അതുകൂടെ എഴുതാം. നോക്കിക്കോളൂ. ഓക്കെ. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് മെർക്കുറി സെൽ ഈസ് 1.35 വോൾട്ട് ആണ്. പക്ഷെ അത് സ്റ്റഡിയാണ്. വിച്ച് ഈസ് സ്റ്റഡി ആണ്. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ഇത് സ്റ്റഡി ആവുന്നതെന്ന്? പറയാൻ പറ്റുമോ?
നിങ്ങൾ ഇതിൻ്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇവിടെ നോക്കിയാൽ നേരത്തെ കാഥോഡ് റിയാക്ഷനകത്ത് വാട്ടർ ഉണ്ടായതുകൊണ്ടാണ്, വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായതുകൊണ്ടാണ് ഡൈല്യൂട്ട് ആയത് ഇല്ലേ. എന്നാൽ ഇവിടെ ആനോഡ് റിയാക്ഷനകത്ത് ഉണ്ടാകുന്ന വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയേ കാഥോഡ് റിയാക്ഷനകത്ത് യൂട്ടിലൈസ് ചെയ്യുക, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഫോം ചെയ്യുമ്പോൾ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ഡൈല്യൂട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും, സ്റ്റഡി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ എഴുതാം വിച്ച് ഈസ് സ്റ്റഡി because H2O formed during anode reaction is used by HgO during cathode reaction. അതേപോലെ തന്നെ ഓൾസോ OH minus ions formed at cathode is used by ZnHg, zinc mercury coupled during oxidation reaction. So concentration will remain same. Remain same. നമ്മൾ പ്രൈമറി സെല്ലിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് ബാറ്ററിയെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. ഒന്ന് ഡ്രൈ സെല്ലും ഒന്ന് മെർക്കുറി സെല്ലും. അത് നമ്മൾ അതിൻ്റെ ആനോഡ് ഏതാ, കാഥോഡ് ഏതാ, ആനോഡ് റിയാക്ഷൻ ഏതാ, കാഥോഡ് റിയാക്ഷൻ ഏതാ, ഓവറോൾ റിയാക്ഷൻ, അതെല്ലാം പഠിച്ചു. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ മെർക്കുറി സെല്ലിനകത്തോട്ട് വന്നു, സെയിം പാറ്റേൺ ഫോളോ ചെയ്തു. ആനോഡ് എന്താണെന്ന് പഠിച്ചു, കാഥോഡ് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പഠിച്ചു, ആനോഡ് റിയാക്ഷൻ പഠിച്ചു, കാഥോഡ് റിയാക്ഷൻ പഠിച്ചു, ഓവറോൾ റിയാക്ഷൻ പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സെക്കൻഡറി സെല്ലാണ് പഠിക്കാനുള്ളത്. സെക്കൻഡറി സെല്ലിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് സെല്ലാണ് നമുക്ക് സെക്കൻഡറി സെല്ലിനകത്ത് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ നേരത്തെ, ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും ഒന്ന് നിക്കൽ കാഡ്മിയം ബാറ്ററിയുമാണ്. അപ്പം അത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് എടുക്കാം.